ഹായ് ഹലോ ഗായ്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ, അതായത് നമ്മുടെ ലുക്ക്ഹൈമായിട്ട് ഇന്നിപ്പം പോകുന്നത് സ്പോട്ട് ഒന്നും കാണിക്കാനൊന്നുമില്ല. അതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റായി വെളിച്ചം വീണിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഞാനിന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള, അതായത് എൻ്റെ നാട്ടിലുള്ള ഒരു സ്കൂളാണ്. ഒരു സ്കൂളൊന്നും പറഞ്ഞാൽ പറ്റില്ല, സ്വർഗ്ഗരാജ്യം എന്ന് തന്നെ പറയാം. കാര്യം ഞങ്ങൾ സ്കൂളുകൾക്കൊക്കെ സ്വർഗ്ഗരാജ്യം എന്നാണ് കൂട്ടുകാരിടയ്ക്ക് പറയാറ്. എല്ലാവരും സ്കൂളുകളിൽ പഠിക്കുന്നതാണ്. സ്കൂളുകളിൽ, മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സ്കൂളിൻ്റെ നടുക്ക് തന്നെ അതിൻ്റെ പ്രിൻസിപ്പൾ, അതിൻ്റെ ടീച്ചർ താമസിക്കുന്നത് ഞാനെങ്ങും കണ്ടിട്ടില്ല. അധികം എല്ലാവരും വീട് അപ്പുറം ഇപ്പുറമൊക്കെ ആയിരിക്കും. പക്ഷേ ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് ആ ടീച്ചർ താമസിക്കേണ്ടത്. അത് ഞങ്ങളുടെ നാട്ടിലുള്ള കെന്നഡി സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ മായ ടീച്ചറാണ് അങ്ങനെ താമസിക്കുന്നത്. ആ വീട് ഇവിടെ, ആ സ്കൂളിൽ ഞാൻ കാണിച്ചുതരാം. കാരണം മായ ടീച്ചർ വന്നതിന് ശേഷമാണ്, അതായത് മായ ടീച്ചറിൻ്റെ മാനേജ്മെൻറ്റ് ആയിരുന്നില്ല ആദ്യ കാലങ്ങളിൽ. മായ ടീച്ചർ ആ സ്കൂളിൻ്റെ ചുമതല ഏറ്റെടുത്ത് ആ സ്കൂളിൽ മാനേജ്മെൻറ്റ് പുതിയത് വന്നതിന് ശേഷമാണ് ആ സ്കൂൾ ഇത്രയ്ക്ക് വികസിക്കാൻ കാരണം. അങ്ങനെയാണ് അവിടെ പഠിച്ച എൻ്റെ ചേട്ടന്മാരൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ട്. 2006, 2007 ആ കാലഘട്ടമുള്ളതാണ്ട് മായ ടീച്ചർ ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചയിലൂടെ കാണാം. ഇത് ആ സ്കൂളാണിത്. ഇതാണ് കെന്നഡി സ്കൂൾ. ആ സ്കൂളിനകത്ത് താമസിക്കുന്ന ആ വീട് കണ്ടോ? കാണാൻ പറ്റില്ല, കാണിച്ചു തരാം. കെന്നഡി സ്കൂൾ എന്തേണ്ടേ, ഇതാണ് സ്കൂള്. ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളാണ് അവിടെ താമസിക്കുന്നത്, മായ ടീച്ചർ എന്ന് പറയും. ഒരു കൂട്ടം കുട്ടികളുടെ നടുക്ക് താമസിക്കുന്ന ടീച്ചർ. ഞാൻ മായ ടീച്ചറെ ഒന്ന് വിളിച്ചിട്ടുണ്ട്. ടീച്ചറിനെ ഞാൻ രാവിലെ ബുദ്ധിമുട്ടിച്ച്. ടീച്ചർ ദേ വന്നു. നമസ്കാരം ടീച്ചറെ. രാവിലെ ഞാൻ വന്ന് ബുദ്ധിമുട്ടിച്ചല്ലേ? അല്ല ടീച്ചറെ, ഞാൻ ഈ സ്കൂള് കണ്ടപ്പോൾ എനിക്ക് അതിയായ ഒരു സന്തോഷം തോന്നി. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല ഒരു സ്കൂളിന് നടുക്ക് തന്നെ ടീച്ചർ താമസിക്കുക, എന്നിട്ട് സ്കൂളിൻ്റെ മേൽനോട്ടങ്ങൾ നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കുക കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എന്താണ് താമസിക്കുമ്പോൾ സ്കൂളിന് നടുക്ക് തന്നെ ഒരു വീട് വന്ന് അതെങ്ങനെ സംഭവിച്ചു? ഈ സ്കൂള് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ഏകദേശം നിയർലി അബൌട്ട് ഒരു 60 വർഷമായിട്ടുണ്ട്. 60 വർഷം. ഇതൊരു ഫാമിലി സ്കൂളായിരുന്നു. അന്ന് ഈ വസ്തുവിൻ്റെ നടുക്കായിട്ടാണ് വീട്. അപ്പോൾ ആ വീടിൻ്റെ ഒരു കുറച്ച് സ്ഥലവും സ്പേസ് നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള സ്ഥലം മൊത്തം സ്കൂളിന് വിട്ടുകൊടുത്തിട്ടാണ് ഈ സ്കൂൾ ഇവിടെ. അതുകൊണ്ട് ആ വീട് അവിടെ തന്നെ നിന്നു. പിന്നെ ഇപ്പം കണ്ടാൽ ഇതൊരു നമ്മുടെ ഈ സ്കൂളിൻ്റെ നിലവാരം തന്നെ കണ്ടാൽ ഒരു മാറ്റമുണ്ട്. കാരണം ടീച്ചറുടെ കീഴിലുള്ള മാനേജ്മെൻറ്റ് വന്നതിന് ശേഷമാണ് ഈ സ്കൂള് ഇത്രയും രീതിയിൽ ഒരു മാറ്റം ഉണ്ടാവാൻ കാരണമെന്നാണ് ഇവിടെ പഠിച്ച എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയാറ്. അന്നേരം അതിനെക്കുറിച്ച് എന്തെങ്കിലും? ഇത് പിന്നെ എൻ്റെ ഹസ്ബൻഡായിരുന്നു ഇതിൻ്റെ മാനേജർ. ഹസ്ബൻഡ് മരിച്ചപ്പോഴാണ് ഞാനിതിന് മാനേജർഷിപ്പ് ഏറ്റെടുത്തത്. ഇതാദ്യമേ ഇതിൻ്റെ സ്ഥാപക മാനേജർ എന്ന് പറയുന്നത് കാരാഞ്ചേരി രാമകൃഷ്ണപിള്ള എന്ന് പറഞ്ഞ് ഒരു മഹാനായ വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം എൻ്റെ ഹസ്ബൻഡിൻ്റെ, അതായത് ശ്രീകുമാർ കണ്ണമ്പള്ളി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഫാദറായിരുന്നു. അപ്പം അദ്ദേഹം ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ഒരു 60 വർഷം തികയുന്നു. നിയർലി അബൌട്ട് 60 വർഷം ആവുക. എന്തായാലും ഇപ്പം 2014 മുതലാണ് ഞാൻ എൻ്റെ മാനേജർഷിപ്പ് ഏറ്റെടുത്ത് നടത്തുന്നത്. കെന്നഡി മരിച്ച വർഷമാണ്. ജോൺ എഫ് കെന്നഡി, നമ്മുടെ പഴയ അമേരിക്കൻ പ്രസിഡന്റ്, മരിച്ച വർഷമാണ്. അതായത് 1962 or 3 തോന്നുന്നു. ആ വർഷം ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ആ പേര്, അദ്ദേഹം ഒരു വലിയ ഡെമോക്രാറ്റ് ആയിരുന്നല്ലോ, ആ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഈ പേര് നമ്മൾ സജസ്റ്റ് ചെയ്തത്. ആ പേര് അങ്ങനെ ഇട്ടതാണ്. എനിക്ക് കേട്ടറിവാണ്. കാര്യം ഞാൻ വന്നിട്ട് ഇവിടെ 33 years ആയിട്ടുള്ളൂ. സ്കൂൾ തുടങ്ങിയിട്ട് തന്നെ 60 വർഷം ആവുകയാണ്. 60 വർഷം. അപ്പം ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം ഇന്ന് എല്ലാ തലങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിൽ ഏറ്റവും കൊല്ലം ജില്ലയിൽ തന്നെ
ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സ്കൂളായിട്ടാണ് എനിക്ക് അനുഭവപ്പെടാറ്. ഞാൻ ഈ സ്കൂൾ കണ്ടപ്പോൾ എനിക്ക് അതിയായ ഒരു സന്തോഷം തോന്നി. എനിക്ക് മെയിനായിട്ടും തോന്നിയത് ഈ ഒരു വീട് ഈ സ്കൂളിന് നടുക്ക് തന്നെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. വീട് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ വൈബ്രേഷൻസും കുഞ്ഞുങ്ങളുടെ തുടങ്ങി അധ്യാപകരുടെ തുടങ്ങി നോൺ ടീച്ചിങ് ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും മുഴുവൻ വൈബ്രേഷൻസും എല്ലാ ദിവസവും എനിക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ ദുഃഖം തീർച്ചയായിട്ടും ഞാൻ അനുഭവിച്ചറിയുകയാണ്. പിന്നെ ഇപ്പം ഈ കോവിഡ് സിറ്റുവേഷനൊക്കെ മാറി കുഞ്ഞുങ്ങൾ വരട്ടെ എന്നുള്ള പ്രാർത്ഥനയാണുള്ളത്. പിന്നെ എന്താണ് പറയുന്നത്, ഈ ഒരു ഇൻ്റർനാഷണൽ ലെവലിലാക്കാൻ വേണ്ടിയുള്ള എഫേർട്ടാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും ഇൻ ഷോർട്ട് ഫീച്ചറിലത് വലിയൊരു നിലയിൽ ഇതിനും മുകളിൽ എത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ആശംസകളും പ്രാർത്ഥനകളും പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പോൾ ടീച്ചറാണ് എനിക്ക് ടീച്ചർ സ്കൂളിൻ്റെ വിവരങ്ങളെല്ലാം പറഞ്ഞു തന്നത്. ഞാൻ രാവിലെ ഒരു 7 മണിക്കാണ് ഇവിടെ വന്നത്. എന്നിട്ട് ഞാൻ ടീച്ചറെ ബുദ്ധിമുട്ടിച്ചു. ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ ഒരിക്കലും ഈ ഒരു അനുവാദം ഞാൻ ചോദിച്ചിരുന്നില്ല. പക്ഷെ വന്ന് ഞാൻ ആദ്യമായിട്ട് കണ്ട് ഇത് പറഞ്ഞപ്പോൾ ടീച്ചർ എനിക്കത് സാധിച്ചു തന്നു. അതിലെനിക്ക് അതിയായ സന്തോഷമുണ്ട് ടീച്ചർ. ഞാൻ ഈ സ്കൂളിൻ്റെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. ഈ സ്കൂളിൽ പണ്ട് ഈ സ്കൂൾ ഇത്രയ്ക്ക് വികസിതമൊന്നും അല്ലായിരുന്നു. മായ ടീച്ചറിൻ്റെ ഇതിലുള്ള മാനേജ്മെൻറ്റ് വന്നതിന് ശേഷമാണ് ഈ സ്കൂൾ ഇത്രയ്ക്ക് അടിപൊളി ആയതെന്നാണ് ഇവിടെ പഠിച്ച എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയണത്. എൻ്റെ ഒരുപാട് കൂട്ടുകാരും ടീച്ചർമാരും ഒക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ അല്ല പഠിച്ചത്. ഇത് ഒരു പഴയ ബിൽഡിങ്ങാണ്. ഇത് ഏകദേശം 1962 മുതലുള്ളൊരു ബിൽഡിങ്ങാണ്. അത് ആ സ്കൂളിൻ്റെ ആ ഒരു മെമ്മറീസ് എന്നുള്ള മുഖേന ആ ബിൽഡിംഗ് ഇപ്പോഴും ടീച്ചർ ഇവിടെ അത് നിലകൊള്ളിച്ച് കൊണ്ടുവരികയാണ്. ഈ കാണുന്ന കണ്ട ഇതൊരു ഓഡിറ്റോറിയം ഹാളാണ്. ഈ ഹാളിൻ്റെ വലിപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്ന് അകത്ത് കയറി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഓഡിറ്റോറിയം ഹാള്. നോക്കിയേ എത്ര വലുതാണ്. ഇത് കണ്ട ബാസ്കറ്റ് ബോൾ കോർട്ടാണ് സ്കൂളിൽ. അവിടെ കുട്ടികൾക്ക് ഇരിക്കാനുള്ള ചെയർ മുതൽ സ്കൂളിൻ്റെ ഈ 2017 മുതലാണ് ഈ ഒരു മാറ്റം സ്കൂളിന് വന്നു തുടങ്ങിയത്. ഈ ബിൽഡിങ്ങുകളുടെ പണികളെല്ലാം ഈ പണികളൊക്കെ ഇപ്പം ഡിസംബറിനുള്ളിൽ ഈ പണികളെല്ലാം തീർന്ന് ക്ലാസ് റൂമുകളെല്ലാം സെറ്റാവുമെന്നാണ് ടീച്ചർ പറഞ്ഞത്. എൻ്റെ ക്ലാസ് മുറികളെ ഞാൻ കാണിച്ചു തരാം. സ്കൂളിൻ്റെ ക്ലാസ് മുറികളെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടാലൊരു CBSE സ്കൂളിൻ്റെ ആ ഒരു നിലവാരത്തിലാണ് ഈ സ്കൂള് ഇപ്പോൾ ടീച്ചർ രൂപമാറ്റം വരുത്തിയെടുത്തിരിക്കുന്നത്. ഇത്രയും നല്ല സൗകര്യങ്ങൾ നമുക്ക് തന്നാലും നമ്മൾ CBSE സ്കൂളുകളിലേ പോകും. ഇപ്പോൾ ഈ ഒരു കോവിഡ് ഇഷ്യൂവിലും ഫുൾ ഫീസ് വാങ്ങുന്ന പല CBSE സ്കൂളുകളും നമ്മുടെ കരുനാഗപ്പള്ളിലുണ്ട്. ഞാൻ പഠിക്കുന്ന കോളേജിൽ പോലും എനിക്ക് 4 മാസമായി ക്ലാസ്സില്ല. അതായത് മാർച്ചിൽ എൻ്റെ ക്ലാസ് കഴിഞ്ഞതാണ്. ഇപ്പം ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ 4 മാസമായി ക്ലാസ്സില്ല. പക്ഷേ ആ 4 മാസത്തെ ഫീസും അടയ്ക്കണമെന്നാണ് കോളേജിൽ നിന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയും നല്ലൊരു സൗകര്യങ്ങൾ നമുക്ക് തന്നാലും നമ്മൾ CBSE സ്കൂളുകളെ പോവും. ഇനി ഇതിൻ്റെ ക്ലാസ് മുറികളെ ഞാൻ കാണിച്ചു തരാം. ക്ലാസ് മുറികളുടെ നിലവാരം കൂടെ ഞാൻ കാണിച്ചു തരാം. ക്ലാസ് റൂം കണ്ട 2 കുട്ടികൾക്ക് ഇത് ഇരിക്കാൻ പറ്റുന്ന ഡെസ്ക്, പ്രൊജക്ടർ ലാമ്പ്, റൂം, ജോൺ ഓഫ് കെന്നഡി മെമ്മോറിയൽ VHS ഹൈടെക് സ്മാർട്ട് ക്ലാസ് റൂം. ഇതാണ് ഒരു ക്ലാസ് റൂം.
അന്നേരം നിങ്ങൾക്ക് ഇത്രയും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഈ സ്കൂളിൻ്റെ ഒരു സ്റ്റാറ്റസ് ലെവൽ ഉയർന്നതിനെ പറ്റി. അപ്പോൾ നമുക്കിത് ഇത്രയും കാര്യങ്ങളുണ്ട് ഈ സ്കൂളിനെ കുറിച്ച് പറയാൻ. സ്കൂൾ നല്ല അടിപൊളിയാണ്. ഇത്രയും ഞാൻ ഈ സ്കൂളിൽ വന്ന് ഈ ഒരു വീട് കണ്ടപ്പോൾ ടീച്ചർ താമസിക്കുന്നതും ഇവിടെ തന്നെയാണ്. അതൊരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം കുട്ടികളുടെ പല സ്കൂൾ തുടങ്ങിയ കാര്യങ്ങൾ തന്നെ കുട്ടികളുടെ പല ഈ ഒരു ഒച്ചയും കാര്യങ്ങളും എല്ലാം വരുന്നത് അറിയാമല്ലോ, ഒരു ഡിസ്റ്റർബൻസ് ആണ് ചിലവർക്ക്. അത് പക്ഷേ ടീച്ചറിന് അങ്ങനല്ല. ടീച്ചറിന് അതൊരു അതൊരു തമാശ, കുട്ടികളുടെ ഒരു കുട്ടികളല്ലേ, അങ്ങനെ മറ്റേ കരിയിലക്കിളികളാകുമ്പോൾ ചിലച്ച് നടക്കും എന്നുള്ള ആ ഒരു മൈൻഡിലാണ് ടീച്ചർ. പിന്നെ വേറെ ടീച്ചറെ ഹസ്ബൻഡ് യൂസ് ചെയ്തിരുന്നൊരു കാർ ഞാൻ കാണിച്ചത്. ഇതൊരു 1961 മോഡൽ ഒരു അംബാസഡറാണ്. ടീച്ചറുടെ ഹസ്ബൻഡ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ്. ഈ വണ്ടി കാണുമ്പം തോന്നുന്നത് എന്താണെന്നറിയാം, മറ്റേ ലൂസിഫറിനകത്ത് ലാലേട്ടൻ വന്നിറങ്ങുന്ന ആ വണ്ടിയില്ലേ, ആ സെയിം വണ്ടിയാണിത്. കണ്ട ഹാൻഡ് കാണാൻ പറ്റില്ല. അതെ, പഴയ മോഡൽ അംബാസഡർ കാർ. ഇത് ശിഖ പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അതായത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങൾക്ക് മാനസികമായ ഉൾക്കരുത്ത് കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ഇതുവഴി കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ തരത്തിലുള്ള അതായത് സെമിനാർസ്, അവർക്ക് അവയർനെസ് ക്ലാസ്സസ് ഒക്കെ ഇതിനകത്ത് പീരിയോഡിക്കലി നടത്താറുണ്ട്. കൂടാതെ ഇതിനകത്ത് ഈ ടോയ്ലറ്റ്സ് ഉൾപ്പെടെ അവർക്ക് റെസ്റ്റിംഗ് പ്ലേസ് എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത്, ഹോട്ട് വാട്ടർ ഫെസിലിറ്റി, എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടീച്ചർ അതൊന്ന് തുറന്ന് കാണിക്കാം. ഇത് വേറെ എവിടെയും കണ്ടിട്ടില്ല. അവർക്കിവിടെ ഈ ടോയ്ലറ്റിന് അതെല്ലാം ഫെസിലിറ്റി ഉണ്ട്. മൈൻഡിങ് മെഷീൻ ഉൾപ്പെടെ ഉള്ള എല്ലാ ഫെസിലിറ്റിയും പെൺകുട്ടികൾക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടും പെൺകുട്ടികളുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാനായിട്ടുള്ള ഒരു റൂമാണിത്. ശിഖ എന്നാണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ പേര് അല്ലേ? അതായത് അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂമിയിൽ വെളിച്ചം വിതറുന്ന പെൺമക്കൾക്കായി. കൊള്ളാം ടീച്ചറെ, അഭിനന്ദനങ്ങൾ. പെൺകുട്ടികളുടെ മാത്രം, പെൺകുട്ടികൾക്ക് റെസ്റ്റ് എടുക്കാൻ അവർക്ക് ഒറ്റയ്ക്ക്. ഇതിൽ ബോയ്സിന് എൻട്രൻസ് ഇല്ല. അപ്പോൾ ഇത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് ഞങ്ങൾ എന്താണ് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഇതൊക്കെ മാറി സ്കൂളുകളിലേക്ക് ഇനി കുട്ടികൾ വരുമ്പോൾ അവർക്കൊരു പുതിയ അനുഭവമായിരിക്കും. ഇതെല്ലാം ഒരു ഗാർഡൻ പോലെ. ഇപ്പൊ ഇതിനകത്ത് നിറയെ തിക്കായിട്ട് ചെടികൾ തൊട്ടിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി കഴിയുമ്പോൾ ഇൻ ഫ്യൂച്ചറിൽ ഇതൊരു കാടായിരിക്കും. ഇതിനൊരു പേരിട്ടിരിക്കുന്ന അരണ്യം. നമ്മുടെ കെന്നഡി സ്കൂളിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കേട്ടത്. മായ ടീച്ചറാണ് അതെല്ലാം നമുക്ക് പറഞ്ഞു തന്നത്. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. മനസ്സിൽ നന്മയുള്ള, കുട്ടികൾക്ക് എപ്പോഴും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടീച്ചർമാരെല്ലാവരും അങ്ങനെയാണ്. കാര്യം ഒരു ടീച്ചറും താൻ പഠിപ്പിക്കുന്ന കുട്ടികൾ ഒരിക്കലും മോശപ്പെട്ടു പോവുക അല്ലെങ്കിൽ ഒരു ആപത്ത് അവർക്ക് വരല് എന്നുള്ളൊരു മനോഭാവമാണ് ടീച്ചർമാർക്കെല്ലാം. അതേ മനോഭാവമുള്ള ഒരു ടീച്ചറാണ് മായ ടീച്ചർ. അന്നേരം ഈ സ്കൂളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഇവിടെ പഠിച്ച ഒട്ടനവധി കുട്ടികളുണ്ട്. അവരെല്ലാം ഞാൻ അറിഞ്ഞ കാര്യങ്ങളും പിന്നെ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളും എല്ലാം ആണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഈ സ്കൂളിൻ്റെ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ, നിങ്ങളിവിടെ പഠിച്ചപ്പോൾ ഇവിടെ ഉണ്ടായ അനുഭവങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണം, മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും വരാം. ഇപ്പോൾ സൈനിങ് ഓഫ്, അമീൻ ഷെയ്ഖ്.